നമസ്കാരം. ഇന്ന് നമ്മൾ വണ്ടിയുടെ റേഡിയേറ്റർ, ഫ്യൂൽ ടാങ്ക് എല്ലാം ഫിറ്റ് ചെയ്യാണ്. കുറച്ച് ലേറ്റായി നമ്മൾ പ്രതീക്ഷിച്ചേക്കുള്ളത്. വേറെ ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നം കൊണ്ടാണ്. അതിപ്പോൾ കുറച്ച് ഇഷ്യൂസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിൽക്കുന്ന മനുഷ്യൻ കോവിഡായിട്ട് ലീവ് വരുന്നു അല്ലേ ബാബോട്ടെ? ഒന്ന് തിരിഞ്ഞേ. ആളിതേ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് വന്നു തുടങ്ങിയുള്ളൂ. മനീഷേട്ടൻ മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ മനീഷേട്ടൻ്റെ ഹെൽത്തും പ്രശ്നമായി. ഒരു 4-5 ദിവസമൊക്കെ ലീവ് എടുക്കേണ്ടി വന്നു. അത് കാരണം കുറേ പ്രശ്നങ്ങളായി. ഇപ്പോൾ ഞങ്ങൾ പാർട്സൊക്കെ ഇതേ കുറേ നാൾ മുമ്പ് മേടിച്ച് വെച്ചാൽ അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് നോക്കി. എല്ലാ സാധനവും ഇതിപ്പോൾ കയറ്റാൻ പോവാണ്. റേഡിയേറ്റർ ഇതേ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബുഷസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. റേഡിയേറ്റർ എവിടെ വെച്ചാണ് മനുഷ്യേട്ടാ? എവിടെ? പുതിയ റേഡിയേറ്റർ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളും കാണാം. വണ്ടി മനീഷേട്ടാ, വണ്ടി ഇന്ന് ട്രയൽ ഓടിക്കാൻ പറ്റുമോ? നാളെ ഓടിക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പം നാളെ നമ്മൾ ട്രയൽ വീഡിയോ ഇപ്പോൾ 2 എപ്പിസോഡായിട്ടാണ് ഇടുക. ഒന്ന് ടൈം ലാപ്സും ഒന്ന് മറ്റേ ഇതിൻ്റെ ട്രയൽ റണ്ണും. അപ്പോൾ എന്തായാലും ടൈം ലാപ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പെട്രോൾ ടാങ്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലീഫ് ഞങ്ങൾ മാറിയിട്ടില്ല, അണ്ടർ ബോഡിയും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കമൻ്റായിട്ട് വരണ്ട. അതിനുള്ള റീസൺ ഞാനിപ്പോൾ പറയാം. വണ്ടി ട്രയൽ റൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലീഫ് മാറുന്നുള്ളൂ. അത് പ്ലസ് അണ്ടർ ബോഡി ട്രയൽ റൺ കഴിഞ്ഞതിന് ശേഷം അടിക്കുള്ളൂ. അണ്ടർ ബോഡി വാഷ് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ചെയ്യുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്ത് ഞാൻ മടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറയണത്. അപ്പോൾ എന്തായാലും ടാങ്ക് കയറ്റുന്നതും ഇന്നത്തെ വർക്കിൻ്റെ ലാപ്സ് കണ്ടിട്ട് വരും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഗിയർ ഓയിൽ ഒഴിക്കാൻ പോവാണ് ഇപ്പോൾ. ജോഷ് ഒരു ഹായ് പറഞ്ഞേ. 5 കാണിക്കാനല്ല പറഞ്ഞേ, ഹായ് പറയാനാ പറഞ്ഞേ. ഞങ്ങളുടെ കുട്ടി മെക്കാനിക്കാ കേട്ടാ. എത്ര ലിറ്റർ ഒഴിക്കണം മനുഷ്യേട്ടാ? 1 അപ്പോൾ 2 ഒഴിക്കേണ്ടി വരും. കുറച്ചും കൂടി ഒഴിക്കണം. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് പണിതാരണം. അപ്പോൾ ഗിയർ ഓയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കുറച്ചും കൂടി ഓയിൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഹൗസിംഗ് ഒക്കെ നമ്മൾ അഴിച്ച കാരണം. ഇവിടെ ജാക്സൺ വന്നിട്ടുണ്ട്. ജാക്സൺ ആയി പറഞ്ഞോ.
അതും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൂബ്രിക്കേഷൻ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നമ്മുടെ നെപ്പോളിയൻ്റെ എൻജിൻ പണിതതിന് ശേഷം ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, സൈലൻസർ വയ്ക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സൈലൻസർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. പുതു സൗണ്ട്, എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ലോഡ് ചെയ്തതിന് ശേഷമുള്ള സൗണ്ടാണ്. അടിച്ചേ ആക്സിലേറ്റർ കൊടുത്തോ. ആക്സിലേറ്റർ കൊടുത്തോ മനുഷ്യടാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ടു ബി കണ്ടിന്യൂഡ് ആണ്. നാളെയോ മറ്റന്നാളോ ട്രയൽ റൺ ഓടിക്കുന്ന വീഡിയോ കൂടി വരും. എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് 2 എപ്പിസോഡാക്കിയത്. അപ്പോൾ ട്രയൽ റണ്ണിൻ്റെ വീഡിയോ അടുത്ത് തന്നെ, നെക്സ്റ്റ് നാളെയോ മറ്റന്നാളോ. എല്ലാം ഫിറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രയൽ റൺ ഓടി വന്നതിന് ശേഷം നമ്മൾ ലീഫ് സെറ്റ് ചെയ്യും. അതിനുശേഷം പെയിൻറ്റിംഗ് ആണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. സീറ്റെല്ലാം അപ്പോൾസ്റ്ററിക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം റീഫിറ്റ് ചെയ്യും. പിന്നെ നെപ്പോളിയൻ റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റയും കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് റീൽസിൽ ഞങ്ങൾ ഇടാറുണ്ട് ചില സമയത്ത്. അപ്പോൾ നിങ്ങൾക്കത് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ താങ്ക് യു. എഫ് സൈനിങ് ഓഫ്. പിന്നീട് വീഡിയോ ആയിട്ട് കാണാം. ബൈ. Ollie.